Hi friends, welcome to Julina's Kitchen. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പപ്പായ അച്ചാറാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഞെട്ട് അരിഞ്ഞു മാറ്റാം. ഇനി നമുക്കിത് പീൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പപ്പായയുടെ തോലെല്ലാം പീൽ ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിത് മുറിക്കാം. ഇതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളയണം. ഇത് ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഈ കുരുവും ഇതും മുഴുവനായും ചെത്തിക്കളയണം. ചെറിയ ചെറിയ പീസസ് ആക്കിയാൽ അത് ചെത്തിക്കളയാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. കണ്ടോ, ഇതേപോലെ നമുക്ക് ഓരോന്നും മുറിച്ചെടുക്കണം. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അരിഞ്ഞെടുക്കാം. ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടോ, ഞാനിങ്ങനെ ചെറിയ പീസസ് ആയിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിൽ വേണോ അതോ ഇതിനേക്കാൾ വലിപ്പത്തിൽ വേണോ ഏത് വേണമെങ്കിലും അരിയാം. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് വിനാഗിരി, 3 തണ്ട് കറിവേപ്പില, 12 മുളക് ചെറുതായി അരിഞ്ഞത്, എരിവുള്ള മുളകാണ്, വെളുത്തുള്ളി ഒരു 3 ടേബിൾ സ്പൂൺ രണ്ടായി അരിഞ്ഞത്, കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ, സാദാ ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, നല്ല എരിവുള്ളതാണ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഉലുവപ്പൊടി 2 ടീസ്പൂൺ, കായം ഞാനിവിടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്, കായത്തിൻ്റെ പൊടി 2 ടീസ്പൂൺ, ആവശ്യത്തിന് എള്ളെണ്ണ. ഇനി അരിഞ്ഞു വെച്ച പപ്പായയിലേക്ക് വിനാഗിരി ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിടാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ദിവസം മുഴുവൻ ഇതിങ്ങനെ തന്നെ വെച്ചാൽ നല്ലതുപോലെ ഇതിലേക്ക് പുളിയൊക്കെ പിടിക്കും. പപ്പായയ്ക്ക് പുളിയോ ഒന്നും ഇല്ലാത്തതല്ലേ. അപ്പം ഇത് ശരിക്കും ഇതിലേക്ക് പുളിയൊക്കെ പിടിക്കണമെങ്കിൽ ഉപ്പും വിനാഗിരിയും പുരട്ടി ഒരു ദിവസം വെക്കണം. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അതിന് ശേഷം വേണം ഇത് നമുക്ക് അച്ചാറാക്കാൻ. ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് എപ്പോഴും അച്ചാറിന് നല്ലത്. അത് കേടാവാതിരിക്കാനൊക്കെ നല്ലത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടാം. ഇതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, കറിവേപ്പില, ഇവ 3 നന്നായി മൊരിയിക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും വേപ്പിലയും പച്ചമുളകും എല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. കാരണം മുളക് പൊടി കരിഞ്ഞു പോവാതിരിക്കാനാണ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറഞ്ഞത്. സാദാ മുളക് പൊടി, പിരിയം മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് അച്ചാറിന് നല്ല കളർ കിട്ടാനാണ്. അല്പം മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇടാം.
ഞാൻ 3 പപ്പായ എടുത്തിരുന്നത് കൊണ്ട് അതിനനുസരിച്ചാണ് മുളക് പൊടിയും ഉലുവപ്പൊടി കായപ്പൊടി എല്ലാം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരെണ്ണമാണ് എടുക്കണമെങ്കിൽ അതനുസരിച്ച്. പിന്നെ നിങ്ങളുടെ മുളകിൻ്റെ എരിവുള്ള മുളകാണെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതി. എരിവും പുളിയും ഉപ്പും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുളക് പൊടിയെല്ലാം നന്നായി ഇതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് നമുക്കൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം. നിങ്ങളോട് ഞാനിത് ഉപ്പും വിനാഗിരിയും പുരട്ടി ഒരു ദിവസം വെക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്കത് സാധിച്ചില്ലെങ്കിൽ അത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മാങ്ങച്ചാർ എങ്ങനെയാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. നല്ല പുളിയൊക്കെ പിടിച്ച് ശരിക്കും മാങ്ങച്ചാർ കഴിക്കുന്ന പോലെ. ഇനി നിങ്ങൾക്കതിന് സാധിച്ചില്ലെങ്കിൽ എത്ര സമയമാണോ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത് അത്രയും സമയം വെച്ചതിന് ശേഷവും ചെയ്യാം കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അധികം വേവിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെന്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടിയും ഉലുവ പൊടിച്ച് വെച്ചിരിക്കുന്നതും ചേർക്കാം. ആദ്യം നമുക്ക് കായപ്പൊടി ഇടാം, ശേഷം ഉലുവപ്പൊടി ഇടാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി അല്ലേ പപ്പായ അച്ചാറാക്കുന്നത്? എല്ലാവരുടെയും വീട്ടിലുണ്ടാവും പപ്പായ. പക്ഷെ ചിലത് പഴുത്ത് കാക്ക കുത്തി പോകും. പച്ച കിടന്നാലും ആരും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. ചിലരൊക്കെ തോരൻ വയ്ക്കും, മെഴുക്കുരുട്ടിയാക്കും എന്നല്ലാതെ കൂടുതലും നമ്മുടെ നാട്ടിൽ പപ്പായൊക്കെ വേസ്റ്റായാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പപ്പായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. വളരെ സൂപ്പറായിട്ടുണ്ട്. ഉപ്പും അതിൻ്റെ പുളിയും എല്ലാം കറക്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളെല്ലാവരുടെയും വീട്ടിൽ പപ്പായ ഉള്ളതല്ലേ, നിങ്ങളിത് ചെയ്ത് നോക്കണം. ശരിക്കും നമ്മൾ മാങ്ങച്ചാർ എങ്ങനെ കഴിക്കും അതേ ടേസ്റ്റാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.